ജീവകാരുണ്യ രംഗത്ത് സജീവമായ അമ്മ താരാട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ, മെഡിസിൻ കിറ്റുകൾ, പുതുവസ്ത്രം എന്നിവ വിതരണം ചെയ്തു. ചൂർണിക്കര പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ചടങ്ങ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചൂർണിക്കര ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായ ലീന വർഗീസിന് ചടങ്ങിൽ ആദരവ് നൽകി. കഴിഞ്ഞ 5 വർഷക്കാലമായി ചാരിറ്റി പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന അമ്മ താരാട്ട് ചാരിറ്റി സംഘടനയുടെ നേതൃത്വത്തിലാണ് ചൂർണിക്കര പഞ്ചായത്ത് ഹാളിൽ വെച്ച് മെഡിസിൻ വിതരണം, കിറ്റ് വിതരണം, പുതുവസ്ത്ര വിതരണം എന്നിവ നടത്തിയത്. ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീർ ചൂർണിക്കര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുതെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്കൊരു പ്രോത്സാഹനം നൽകുന്നതിന് വേണ്ടി നമ്മൾ നൽകുന്ന ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും ഇത്തരത്തിലൊരു പ്രോഗ്രാമായി മാറ്റേണ്ടി വരും. ഏത് രീതിയിലാണ് സഹായങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മളിൽ പലരെയും ചേർത്ത് പിടിക്കേണ്ടതെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന മറ്റുള്ളവർക്ക് ഇതൊരു പ്രോത്സാഹനമായി മാറുകയും അവർ ആ രീതിയിൽ ഇതേപോലെയുള്ള സദസ്സുകൾ ഒരുക്കി പ്രിയമുള്ളവർക്ക്, നിർദ്ധരായവർക്ക്, അല്ലെങ്കിൽ മീഡിയം റേഞ്ചിലുള്ളവർക്ക് വരെ ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെയൊക്കെ ചേർത്ത് പിടിച്ച് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമാണെങ്കിലും സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയ കാര്യം തന്നെയാണ്. അമ്മത്താരാട്ട് പ്രസിഡന്റ് മുംതാസ് ഷറഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM കുഞ്ഞുമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. സക്കീർ ഇഫ്താർ സന്ദേശം നൽകി. ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പ്രദേശത്തുള്ള ഒരു വിദ്യാലയത്തിന് മുകളിലേക്ക് പതിച്ച ആ ബോംബ് വർഷത്തിൽ, ആ മിസൈൽ വർഷത്തിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഞാൻ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നറിയാത്ത ഒരു തലമുറ ഉണ്ടായി കടന്നു പോകുമെന്ന് വിശുദ്ധ വേദഗ്രന്ഥം പറഞ്ഞതുപോലെ ഞങ്ങൾ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്നറിയാതെ ബോംബ് വർഷം കൊണ്ട് തകർന്ന് തരിപ്പണമായി ശരീരത്തിന്റെ മാംസളമായ ഭാഗങ്ങൾ ഛിന്ന ഭിന്നമായിട്ട് തെറിച്ചുപോയ, പൊട്ടിത്തകർന്നുപോയ 85ഓളം കുരുന്നുകളുടെ കഥകളിലൂടെയാണ് നാം ഈ ലോകത്ത് നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അബ്ബാസ് കിറ്റ് വിതരണവും, ലീന വർഗീസ് മെഡിസിൻ വിതരണവും, അഷറഫ് ബദരിയ പുതുവസ്ത്ര വിതരണവും നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മാതൃകയായ ലീന വർഗീസിന് ചടങ്ങിൽ വെച്ച് ആദരവ് നൽകി. ബാബു പുത്തനങ്ങാടി, ഷംല നസീർ, ഷംല താഹ, പരീതി ചേലക്കുളം, നസീർ കൊടിക്കുത്തുമല, മെമ്പർ റിയാസ് മുപ്പത്തടം, ഷറഫ്, വാഹിദ ആലുവ, ഗഫൂർ ആലുവ, ബീന, ഫൈസൽ, സാബിറ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. നാം സംഭാവന ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കൊടുക്കാൻ ഞാനാണ് പ്രത്യേകമായിട്ട് റമദാൻ മാസത്തിൽ സഹായം ചെയ്തവർക്ക്, സംഭാവന ചെയ്തവർക്ക് പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊല്ലിക്കൊടുക്കുമെന്നാണ് വിവാഹത്തെ പഠിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി അമ്മ താരാട്ട് എന്നുള്ള ചാരിറ്റി സംഘടന വിവിധ തലങ്ങളിൽ ആരോഗ്യപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, അതേപോലെ മറ്റ് മേഖലയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ ആലുവ. ഉമ്മി വരാണ്ട് നെക്കിനോട് മിണ്ടില്ല ശരിക്കും. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.